ഹായ് എവ്രി വൺ. ഇന്ന് ഈ ഒരു വീഡിയോയിലൂടെ എങ്ങനെയാണ് സൂപ്പർ ഈസി ആയിട്ട് റീവാലുവേഷൻ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുക എന്നുള്ള കാര്യമാണ് നോക്കാനായിട്ട് പോകുന്നത്. നമ്മുടെ അഡ്മിഷന്റെ ചാപ്റ്ററിലായിക്കോട്ടെ റിട്ടയർമെന്റിന്റെ ചാപ്റ്ററിലായിക്കോട്ടെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള അഡ്ജസ്റ്റ്മെന്റ് ആണ് റീവാലുവേഷൻ ഓഫ് അസറ്റ്സ് ആൻഡ് ലൈബിലിറ്റീസ്. ഇവിടെ നമുക്ക് മെയിൻ ആയിട്ട് റീവാലുവേഷൻ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്ത് റീവാലുവേഷൻ പ്രോഫിറ്റ് ആണോ ലോസ് ആണോ എന്നുള്ള കാര്യം അസർട്ടൈൻ ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ റീവാലുവേഷൻ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് സിമ്പിൾ ലോജിക്ക് മാത്രമേ ഉള്ളൂ. നമ്മൾ നേരത്തെ പറഞ്ഞു റീവാലുവേഷൻ പ്രോഫിറ്റ് ആണോ അതോ ലോസ് ആണോ എന്നുള്ള കാര്യം നോക്കണം അല്ലെ. പ്രോഫിറ്റിന് നമ്മൾ എന്താ ചെയ്യാറുള്ളത്? ക്രെഡിറ്റ് ചെയ്യും അല്ലെ. ലോസിന് എന്ത് ചെയ്യും? ഡെബിറ്റ് ചെയ്യും. അപ്പം ഒരു ഐറ്റം കാണുന്ന സമയത്ത് നമുക്ക് തോന്നുവാണ് ഇത് നമുക്ക് പ്രോഫിറ്റബിൾ ആ, സോ ഇത് ചെയ്യാം, റീവാലുവേഷൻ അക്കൗണ്ടിന്റെ ക്രെഡിറ്റ് സൈഡിലേക്ക് എഴുതാം. ആൻഡ് ദെൻ ചില ഐറ്റംസ് കാണുമ്പോൾ നമുക്ക് തോന്നുവാണ് ഇത് നമുക്ക് നഷ്ടമാണ്, ലോസ് ആണ്, ഇത് ചെയ്യാം, റീവാലുവേഷൻ അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡിലേക്ക് എടുത്തെഴുതാം. ഓക്കെ, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമുക്ക് ഒരു ബാലൻസ് ഷീറ്റ് തന്നിട്ടുണ്ട്. അതിനകത്ത് ബിൽഡിംഗ് എന്ന് പറഞ്ഞ ഒരു 1 lakhs ഉണ്ടെന്ന് വിചാരിക്കാം. ഓക്കെ, ബിൽഡിംഗ് എന്ന് പറഞ്ഞ 1 lakhs ഉണ്ട്. ആൻഡ് ദെൻ താഴെ അഡ്ജസ്റ്റ്മെന്റിൽ പറഞ്ഞിരിക്കുകയാണ് ബിൽഡിംഗ് ഇപ്പം റീവാല്യൂ ചെയ്തതിന്റെ വാല്യൂ എത്രയായിട്ടുണ്ട്? 1,20,000 ആയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ റീവാല്യൂ ചെയ്യുന്നതിലൂടെ അസറ്റ്സിന്റെ ഇപ്പോഴത്തെ വാല്യൂലേക്ക്, അതിന്റെ ട്രൂ വാല്യൂലേക്ക് കൊണ്ടുവരികയാണ് ചെയ്തത്. അപ്പൊ നിങ്ങൾ ഇങ്ങനെ ആലോചിക്കുക, 1 lakhs ഒരു ബിൽഡിംഗ് ആയിരുന്നു, പക്ഷെ അത് ഇപ്പൊ വിറ്റ് കഴിഞ്ഞാൽ 1,20,000 കിട്ടും. അത് നമുക്ക് ലാഭമാണോ നഷ്ടമാണോ? ലാഭമാണ് അല്ലെ, പ്രോഫിറ്റബിൾ ആണ്. സോ പ്രോഫിറ്റ് ആണെങ്കിൽ എന്ത് ചെയ്യണം എന്ന് പറഞ്ഞു? ക്രെഡിറ്റ് ചെയ്യണം. എങ്ങനെയാണ് ഈ ഒരു പ്രോഫിറ്റ് ഉണ്ടായിട്ടുള്ളത്? യെസ്, ബിൽഡിംഗ് എന്ന് പറയുന്ന അസറ്റിന്റെ വാല്യൂ എന്ത് ചെയ്തിട്ടുണ്ട്? ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. അതായത് എപ്പോഴൊക്കെയാണോ അസറ്റ്സിന്റെ വാല്യൂ ഇൻക്രീസ് ചെയ്യുന്നത് എന്ത് ചെയ്യുക? റീവാലുവേഷൻ അക്കൗണ്ടിന്റെ ക്രെഡിറ്റ് സൈഡിലേക്ക് എഴുതുക, ഇൻക്രീസ് ഇൻ വാല്യൂ ഓഫ് അസറ്റ്. അങ്ങനെ എഴുതുന്ന സമയത്ത് എന്താണ്, എത്രയാണോ ചേഞ്ചസ് വന്നിട്ടുള്ളത്, ഇവിടെ നോക്കിക്കേ, 1 lakhs ആയിരുന്നു, 1,20,000 ആയിട്ടുണ്ട് അല്ലെ. ചേഞ്ച് വന്നത് എത്രയാണ്? 20,000 ആണ്. സോ ബിൽഡിംഗ് എന്ന് പറഞ്ഞ് 20,000 എന്ത് ചെയ്യുന്നു? നമ്മൾ റീവാലുവേഷൻ അക്കൗണ്ടിന്റെ ക്രെഡിറ്റ് സൈഡിലേക്ക് എഴുതുന്നു. ഓക്കെ, അപ്പോൾ ഇപ്പൊ തന്നെ പഠിച്ചു വെച്ചേക്കാം, റീവാലുവേഷൻ അക്കൗണ്ടിന്റെ ക്രെഡിറ്റ് സൈഡിൽ എന്ത് ചെയ്യണം? ഇൻക്രീസ് ഇൻ വാല്യൂ ഓഫ് അസറ്റ്സ് എഴുതാം. ഇനി ഇതിന് നേരെ ഓപ്പോസിറ്റ് സിറ്റുവേഷൻ ആലോചിച്ച് നോക്കിയേ. ഇപ്പോൾ ബിൽഡിങ്ങിന്റെ വാല്യൂ 1,20,000 ആയിരുന്നു. ആൻഡ് ദെൻ ഇപ്പോഴത്തെ അതിന്റെ വാല്യൂ 1 lakh ആയി. ഓക്കെ, 1 lakh ആയിട്ട് കുറഞ്ഞു. 1,20,000 ഒരു അസറ്റ് ആയിരുന്നു, അതിന്റെ ഇപ്പോഴത്തെ വാല്യൂ 1 lakhs ഉള്ളൂ. ആ സംഭവം ഇപ്പൊ വിറ്റ് കഴിഞ്ഞാൽ 1 lakh കിട്ടുള്ളൂ എന്ന് പറയുമ്പോൾ അത് നമുക്ക് നഷ്ടമാണ് അല്ലെ, ലോസ് ആണ്. എന്ത് ചെയ്യാ? റീവാലുവേഷൻ അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡ് എഴുതാം. അതായത് എപ്പോഴൊക്കെയാണോ അസറ്റ്സിന്റെ വാല്യൂ ഡിക്രീസ് ചെയ്യുന്നത് എന്ത് ചെയ്യണം? റീവാലുവേഷൻ അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡിൽ എഴുതണം. ഓക്കെ ആണോ? അപ്പം ഇൻക്രീസ് ഇൻ വാല്യൂ ഓഫ് അസറ്റ് എന്ത് ചെയ്യുക? ക്രെഡിറ്റ് ചെയ്യുക. ഡിക്രീസ് ഇൻ വാല്യൂ ഓഫ് അസറ്റ് ഡെബിറ്റ് ചെയ്യുക. അപ്പം അസറ്റിന്റെ കാര്യത്തിൽ തീരുമാനമായി അല്ലെ. ഇനി ഇതുപോലെ തന്നെ ലയബിലിറ്റീസും വരാം അല്ലെ. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ക്രെഡിറ്റേഴ്സ് എന്ന് പറഞ്ഞൊരു 10,000 ഉണ്ടായിരുന്നു. റീവാല്യൂ ചെയ്തപ്പോൾ നമുക്ക് മനസ്സിലാവാണ് ഇപ്പം ക്രെഡിറ്റേഴ്സ് എത്രയേ ഉള്ളൂ? 8,000 ഉള്ളൂ. അതായത് എന്റെ വിചാരം ഞാൻ ക്രെഡിറ്റേഴ്സിന് കൊടുക്കാനുള്ളത് 10,000 ആയിരുന്നു എന്നാ. പിന്നീടാണ് എനിക്ക് മനസ്സിലാകുന്നത് 10,000 ഇല്ല, എത്രയേ ഉള്ളൂ? 8,000 ഉള്ളൂ. അപ്പൊ നമുക്ക് 2,000 രൂപ ലാഭമായി അല്ലെ, പ്രോഫിറ്റബിൾ ആയി. അതായത് എന്ത് ചെയ്യാ? പ്രോഫിറ്റ് ആണെങ്കിൽ റീവാലുവേഷൻ അക്കൗണ്ടിന്റെ ക്രെഡിറ്റ് സൈഡ് എഴുതണം എന്ന് പറഞ്ഞു. എങ്ങനെയാണ് ഈ ഒരു സിറ്റുവേഷനിൽ നമുക്ക് പ്രോഫിറ്റ് ആയത്? ക്രെഡിറ്റേഴ്സ് എന്ന് പറയുന്ന ഒരു ലയബിലിറ്റി ഡിക്രീസ് ചെയ്തു. അതായത് എപ്പോഴൊക്കെയാണോ ലയബിലിറ്റീസ് ഡിക്രീസ് ചെയ്യുന്നത് അത് എന്ത് ചെയ്യാ? റീവാലുവേഷൻ അക്കൗണ്ടിന്റെ ക്രെഡിറ്റ് സൈഡിൽ റെക്കോർഡ് ചെയ്യാം. ഓക്കെ, ഇനി ക്രെഡിറ്റേഴ്സ് 10,000 ആയിരുന്നു, അത് റീവാല്യൂ ചെയ്ത് 15,000 ആയെന്ന് വിചാരിക്കാം. ഇപ്പോഴോ 10,000 ആയിരുന്നു ക്രെഡിറ്റേഴ്സ്, പക്ഷെ ഇപ്പം 15,000 എന്ന് പറയുമ്പോൾ നമ്മൾ 5,000 എക്സ്ട്രാ കൊടുക്കണം അല്ലേ. അത് നമുക്ക് യെസ്, ലോസ് ആണ്. സോ എന്ത് ചെയ്യണം? റീവാലുവേഷൻ അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡ് എഴുതണം. അതായത് whenever ലയബിലിറ്റീസിന്റെ വാല്യൂ ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ ഇത് ചെയ്യാം, റീവാലുവേഷൻ അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യാം. ഓക്കെ, ഇതുപോലെ തന്നെ അൺറെക്കോർഡഡ് ആയിട്ടുള്ള അസറ്റ്സും അൺറെക്കോർഡഡ് ആയിട്ടുള്ള ലയബിലിറ്റീസും ഉണ്ടായിരിക്കാം. അൺറെക്കോർഡഡ് ആയിട്ടുള്ള അസറ്റ്സ് ഇൻക്രീസ് ഇൻ അസറ്റ് പോലെ ട്രീറ്റ് ചെയ്താൽ മതി. അതായത് റീവാലുവേഷൻ അക്കൗണ്ടിൽ ക്രെഡിറ്റ് സൈഡിൽ എഴുതാം. അൺറെക്കോർഡഡ് ആയിട്ടുള്ള ലയബിലിറ്റീസ് എന്താണ്? ഇൻക്രീസ് ഇൻ ലയബിലിറ്റീസ് പോലെ ട്രീറ്റ് ചെയ്താൽ മതി. ഇത് ചെയ്യാം, റീവാലുവേഷൻ അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡിൽ എഴുതാം. എന്നിട്ട് സാധാരണ ഒരു അക്കൗണ്ട് ബാലൻസ് ചെയ്യുന്നത് പോലെ ബാലൻസ് ചെയ്തിട്ട് റീവാലുവേഷൻ പ്രോഫിറ്റ് അല്ലെങ്കിൽ നമുക്ക് ലോസ് കിട്ടുന്നുണ്ടായിരിക്കും. അത് പാർട്ട്നേഴ്സിന്, ഏത് പാർട്ട്നേഴ്സിനാ? ഓൾഡ് പാർട്ട്നേഴ്സിന്. ഓക്കെ, ഓൾഡ് പാർട്ട്നേഴ്സിന് അവരുടെ ഓൾഡ് റേഷ്യോയിൽ ഷെയർ ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇത്രയും നമുക്ക് റീവാലുവേഷൻ അക്കൗണ്ടിൽ ചെയ്യാനുള്ളൂ. റെഡി? എന്തൊക്കെ ഐറ്റംസ് ആണ് ക്രെഡിറ്റ് സൈഡിൽ വരുന്നത്? ഇൻക്രീസ് ഇൻ അസറ്റ്, ഡിക്രീസ് ഇൻ ലയബിലിറ്റി ആൻഡ് അൺറെക്കോർഡഡ് അസറ്റ്. ഡെബിറ്റ് സൈഡ് നോക്കുമ്പോഴോ ഡിക്രീസ് ഇൻ അസറ്റ്, ഇൻക്രീസ് ഇൻ ലയബിലിറ്റി, അൺറെക്കോർഡഡ് ലയബിലിറ്റി ആണ്.
ഓക്കെ, ഇനി നമുക്ക് ഇതിനെ ബേസ് ചെയ്തിട്ട് ഒരു ക്വസ്റ്റ്യൻ നോക്കാം. ദേവിക ആൻഡ് കൃഷ്ണ ആർ ഈക്വൽ പാർട്ട്നേഴ്സ് ഇൻ എ ഫോം. ദയർ ബാലൻസ് ഷീറ്റ് ആസ് ഓൺ 31st March 2021 ഗിവൻ ബിലോ. അപ്പോൾ ലയബിലിറ്റീസ് ആയിട്ട് ക്രെഡിറ്റേഴ്സ് ഉണ്ട്, ജനറൽ റിസർവ്, ക്യാപിറ്റൽ. അസറ്റ്സ് നോക്കുന്ന സമയത്ത് ക്യാഷ് അറ്റ് ബാങ്ക് 14,000, സ്റ്റോക്ക് 27,000, ഡെറ്റേഴ്സ് 20,000, ഫർണിച്ചർ 33,000 ആൻഡ് മെഷീനറി 84,000. എന്തൊക്കെയാണ് ഇവിടെ വരുന്ന അഡ്ജസ്റ്റ്മെന്റ്സ് എന്നുള്ള കാര്യം നോക്കാം. ദേ എഗ്രി ടു അഡ്മിറ്റ് അമല ഇൻ ടു ദ ഫേം വിത്ത് 1/4 ഷെയർ ഇൻ ഫ്യൂച്ചർ പ്രോഫിറ്റ്. ദേ ഡിസൈഡഡ് ടു റീവാല്യൂ ദെയർ അസറ്റ് അറ്റ് ദ ടൈം ഓഫ് അഡ്മിഷൻ. അപ്പം റീവാലുവേഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ താഴെ കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് വൺ എന്നാണ് സ്റ്റോക്ക് ഈസ് ടു ബി റീവാല്യൂഡ് അറ്റ് 35,000. സ്റ്റോക്കിന്റെ വാല്യൂ ഇപ്പം എത്രയാണ്? 35,000 ആണ് അല്ലെ. അതായത് നമ്മുടെ ബാലൻസ് ഷീറ്റിൽ തന്നിട്ടുള്ള വാല്യൂ എത്രയാണോ? 27,000 ആണ്. പക്ഷെ അത് ഇപ്പം 35,000 ആയിട്ട് പറയുമ്പോൾ എന്താ സംഭവിച്ചത്? സ്റ്റോക്ക് എന്ന് പറയുന്ന അസറ്റിന്റെ വാല്യൂ ഇൻക്രീസ് ചെയ്തു. ഇൻക്രീസ് ഇൻ അസറ്റ് എന്താ ചെയ്യേണ്ടത്? റീവാലുവേഷൻ അക്കൗണ്ടിന്റെ ക്രെഡിറ്റ് സൈഡിൽ റെക്കോർഡ് ചെയ്യുക. ഓക്കെ, സ്റ്റോക്ക് എന്ന് പറഞ്ഞിട്ട് 8,000 കാണിച്ചു. നെക്സ്റ്റ് വൺ, ഫർണിച്ചർ ഈസ് ടു ബി ഡിപ്രിസിയേറ്റഡ് ബൈ 10%. ഫർണിച്ചർ 10% ഡിപ്രിസിയേറ്റ് ചെയ്തു അല്ലെ. ഇവിടെ നോക്കിക്കേ, ഫർണിച്ചറിന്റെ വാല്യൂ തന്നിട്ടത് 33,000 ആവും. അതിന്റെ 10% എന്ന് പറയുമ്പോൾ എത്ര വരും? 3,300 വരും. ഡിപ്രിസിയേഷൻ ആണ്, എമൗണ്ട് കുറഞ്ഞു. എന്താണ് ഇവിടെ ഫർണിച്ചർ എന്ന് പറയുന്ന അസറ്റിന്റെ വാല്യൂ ഡിക്രീസ് ചെയ്തു. ഡിക്രീസ് ഇൻ അസറ്റ് എന്ത് ചെയ്യണം? റീവാലുവേഷൻ അക്കൗണ്ടിൽ ഡെബിറ്റ് സൈഡിൽ എഴുതാം. ഓക്കെ, നെക്സ്റ്റ് വൺ, മെഷീനറി ഈസ് ടു ബി റീവാല്യൂഡ് അറ്റ് ₹1 lakhs. ഇവിടെ നോക്കിക്കേ, മെഷീനറി 84,000 ആണ്, പക്ഷെ 1 lakhs ആയിട്ടുണ്ട് അല്ലെ, ഇൻക്രീസ് ചെയ്തു. ഇൻക്രീസ് ഇൻ വാല്യൂ ഓഫ് അസറ്റ് എന്ത് ചെയ്യുക? റീവാലുവേഷൻ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യുക. മെഷീനറി 16,000. നെക്സ്റ്റ് വൺ, എ പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെപ്റ്റ് ഈസ് ടു ബി ക്രിയേറ്റഡ് അറ്റ് 5% ഓൺ ഡെപ്റ്റേഴ്സ്. ഓക്കെ, ഡെപ്റ്റേഴ്സിന്റെ 5% ആണ് ഇന്ത് പ്രൊവിഷൻ ക്രിയേറ്റ് ചെയ്യുന്നത്. ഡെപ്റ്റേഴ്സ് 20,000 ആണ്. അതിന്റെ 5% എന്ന് പറയുമ്പോൾ എത്ര വരും? 1,000 വരും അല്ലെ. പ്രൊവിഷൻ എന്ന് പറയുമ്പോൾ ഇറ്റ്സ് എ ഫോം ഓഫ് ലയബിലിറ്റി അല്ലെ, ഇറ്റ്സ് എ ടൈപ്പ് ഓഫ് ലയബിലിറ്റി ആണ്. സോ ഇത് ചെയ്യണം, റീവാലുവേഷൻ അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡിൽ എഴുതാം. ഓക്കെ, ഇനി ബാലൻസ് ചെയ്യാം. ഇവിടെ നമുക്ക് 24,000 ആണ് വരുന്നത്. അതിൽ നിന്നും 4,300 മൈനസ് ചെയ്യാം. ഓക്കെ, അപ്പം എത്ര വരും? 19,700 ആണ്. ഇത് നമ്മുടെ ഓൾഡ് പാർട്ട്നേഴ്സിന് കൊടുക്കുക. ഓൾഡ് പാർട്ട്നേഴ്സ് എന്ന് പറയുമ്പോൾ ദേവിക ആൻഡ് കൃഷ്ണയാണ്. അവരുടെ റേഷ്യോ ഇവിടെ ഈക്വൽ പാർട്ട്നേഴ്സ് ആണ്, 1:1 ആണ്. സോ ദേവികയുടെ ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് 9,850 പോകും, ആൻഡ് ദെൻ കൃഷ്ണയുടെ ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് 9,850 പോകും. ഇത്രയേ ഉള്ളൂ. ഓക്കെ, ഇനി ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ആഫ്റ്റർ അഡ്മിഷൻ നമ്മൾ ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് റീവാല്യൂഡ് ആയിട്ടുള്ള ഫിഗേഴ്സിൽ വേണം എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട്? ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ ഈ റീവാലുവേഷൻ പ്രോഫിറ്റ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുമ്പോൾ ക്രെഡിറ്റ് സൈഡിൽ എഴുതുകയും വേണം. ഓക്കെ, അപ്പം ഇത്രയേ ഉള്ളൂ റീവാലുവേഷൻ അക്കൗണ്ട് എന്ന് പറയുന്നത്. സോ എല്ലാവരും എന്ത് ചെയ്യുക? റീവാലുവേഷനെ ബേസ് ചെയ്തിട്ടുള്ള കുറച്ചുകൂടി പ്രോബ്ലംസ് ഒക്കെ ചെയ്ത് നോക്കി നോക്കുക. അടിപൊളിയായിട്ട് പഠിക്കുക. ഓൾ ദ വെരി ബെസ്റ്റ്.